പറയും ഫുൾ എ പ്ലസ് ഉള്ളവർക്ക് മാത്രമേ സയൻസിൻ്റെ സ്ട്രീം കിട്ടത്തുള്ളൂ. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡായിട്ടാണ് പറയുന്നത്. Hey buddies, welcome to Cozy Vibes. My name is Anjana and welcome to this video. So ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, എൻ്റെ ഫസ്റ്റ് ഫേസ് റിവീലിംഗ് വീഡിയോ ആണ്. രണ്ടാമത്തേത് ഇത് ഒരു എപ്പിസോഡ് വെച്ചായിരിക്കും ഈ വീഡിയോ വരിക. ഓക്കെ, ഇത് ഫസ്റ്റ് എപ്പിസോഡാണ്. ഇന്നത്തെ വെച്ചാൽ റിയാലിറ്റി അബൌട്ട് 10 അല്ലെങ്കിൽ റിയാലിറ്റി എങ്ങനെയാ റിസൾട്ട് വരുന്ന റിയാലിറ്റി ആരും പറയുന്നില്ല ഇങ്ങനത്തെ. സോ ഞാൻ സീരിയസ് ആയിട്ട് ഈ റിയാലിറ്റിനെ പറ്റി പറയാനാ വന്നത്. എൻ്റെ പേഴ്സണൽ അനുഭവങ്ങൾ ഇത് എപ്പിസോഡായിട്ട് ഞാൻ പറയും. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, പ്ലസ് വൺ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണ്ടേ അതെല്ലാം ഞാൻ പറയും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് ഗോ ടു യൂട്യൂബ് ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ദ കോസി വൈബ്സ്. നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യണം, എന്നാൽ എപ്പം ഞാൻ വീഡിയോ ഇട്ടാലും അപ്പോൾ നിങ്ങൾക്കത് കിട്ടും. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, ഫസ്റ്റ് റൂൾ, നോ ടെൻഷൻ്റെ ആവശ്യമില്ല. നമ്മള് നമ്മൾ എക്സാം എഴുതി, നമുക്ക് നമ്മൾ നല്ല വൃത്തിയായിട്ട് പഠിച്ചു, നമ്മൾ പോയി എക്സാം എഴുതാം, ഫുൾ കോൺഫിഡൻസിൽ പോയി എക്സാം എഴുതി. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യാണ് എങ്ങനെയായിരിക്കും റിസൾട്ട് എന്നുള്ളത്. സോ ടെൻഷൻ്റെ ആവശ്യമില്ല, എന്തായാലും റിസൾട്ട് വരും, എന്തായാലും നമ്മളത് ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. സോ നമ്മൾ ഫേസ് ചെയ്യാനുള്ള ഒരു പവർ വേണം. ഓക്കെ, ഇപ്പം ഇപ്പം നാളെ പഠിച്ചവരുണ്ട്, പഠിക്കാത്തവരുണ്ട്, ആവറേജ് ഉണ്ട്, ബിലോ ആവറേജ് ഉണ്ട്, അങ്ങനെ പല ആൾക്കാരും. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞില്ല, നമുക്കറിയാം ഇത്ര കിട്ടും എന്നൊരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ വേണം. ഓക്കെ, മാനിഫെസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഞാൻ പറയാം ഫുൾ എ പ്ലസ് കിട്ടും, മേ ബി അവർക്ക് ഫുൾ എ പ്ലസ് കിട്ടും. എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഐ ആം ആവറേജ് സ്റ്റുഡൻറ് ആൻഡ് ഞാൻ വിചാരിച്ച ഒരു 84-85% എനിക്കുണ്ട്. I'm I'm very happy with that, my percentage. സോ നമ്മൾ ഭയങ്കര കൂളായിട്ടിരിക്കുക. ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ കൂളായിട്ടിരിക്കുക, നോ ടെൻഷൻ്റെ ആവശ്യമില്ല. ഓക്കെ, രണ്ടാമത്തത്, ഇറ്റ്സ് ജസ്റ്റ് ആൻ എക്സാം, ഇറ്റ് ഈസ് ജസ്റ്റ് എ നോർമൽ എക്സാം. ഓക്കെ, ഇതൊരു സാധാ എക്സാം ആണ്. ഇപ്പം നമ്മൾ 9 വരെ നമ്മൾ പോയത് ഓൾ പാസ് ആയിരുന്നു. 10 അത് കുറച്ച് ഡിഫറെൻ്റ് ആയി, നമുക്ക് വേറെ സ്ട്രീമിൽ എടുക്കണം. സോ അതുകൊണ്ട് നമുക്ക് ഏതാണ് നമ്മുടെ ഒരു സ്ട്രീം എന്ന് അറിയാനായിട്ടാണ് നമ്മൾ പബ്ലിക് എക്സാം 10 കൊണ്ട് വെച്ചത്. സോ അത് നമ്മൾ നോർമലൈസ് ചെയ്യുക, ഇറ്റ്സ് ജസ്റ്റ് ആൻ എക്സാം. അപ്പം എങ്ങനെ പേടിച്ചു എക്സാം അയ്യോ, നോ, ജസ്റ്റ് നോർമലൈസ്. സാധാ ഒരു എക്സാം ആണ്, അതിൻ്റെ റിസൾട്ട് നാളെ വരും. കൂൾ ആയിട്ടിരിക്കുക. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്, കൂൾ ആയിട്ടിരിക്കുക. ഓക്കെ, മൂന്നാമത്തത്, ബി കോൺഫിഡൻസ് അബൌട്ട് യുവർ മാർക്ക്. ബി കോൺഫിഡൻറ്റ്. ഇപ്പം 10ാം ക്ലാസ്സിൽ നമ്മൾ 9A+, 10A+, 8A+ എല്ലാം ഉണ്ട്. ബട്ട് നമ്മുടെ മനസ്സിൽ ഇപ്പം നമ്മളിപ്പം പരീക്ഷ പോയി എഴുതി, അപ്പം നമ്മുടെ മനസ്സിൽ നമുക്ക് ഇത്ര മാർക്ക് കിട്ടും എന്നൊരു ഉറപ്പ് ഉണ്ട് തന്നെ. അപ്പം ആ എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് ആ മാർക്ക് കിട്ടുമ്പോൾ ഒരു ഹാപ്പിനെസ് ആണ്, റൈറ്റ്? അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ കഷ്ടപ്പെട്ട് പോയി പരീക്ഷ എഴുതി, നമ്മൾ കഷ്ടപ്പെട്ട് പോയി പരീക്ഷ എഴുതി ആ ഒരു മാർക്ക് കിട്ടുമ്പോൾ നമുക്കൊരു എന്നെ കൊണ്ട് ഇത്രയും പറ്റിയോ എന്ന് നമ്മൾ ശരിക്കും കഷ്ടപ്പെട്ടതിൻ്റെ ഒരു റിസൾട്ടാണ് നാളെ കിട്ടാൻ പോകുന്നത്. നാലാമത്തെ കാര്യം, അബൌട്ട് ദ സിലബസ്. ഇപ്പോഴത്തെ സിലബസ് നല്ല പാടാണ്. ഞങ്ങൾ പഠിച്ച 10ാം ക്ലാസ്സും നിങ്ങളിപ്പോൾ പഠിക്കുന്ന 10ാം ക്ലാസ്സും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ ഭയങ്കരമായിട്ട് ക്രാക്ക് ചെയ്തായിരിക്കും ഈ ഒരു പരീക്ഷ എഴുതുക. അതിന് നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട് അല്ലെങ്കിൽ ഒരു ക്ലാപ്പ് തരേണ്ടതാണ്. നല്ല കഷ്ടപ്പെട്ടുള്ളൊരു ഒരു സിലബസ് നിങ്ങൾ ക്രാക്ക് ചെയ്തല്ലോ, അത് വലിയൊരു കാര്യമാണ്. ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്, വലിയൊരു കാര്യമാണ്. അപ്പം അത് നിങ്ങൾ ക്രാക്ക് ചെയ്തു, അതൊരു നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. നിങ്ങളിത് ഇന്ന സമയത്ത് ഇന്ന ഇയറിലെ SSLC എക്സാം ക്രാക്ക് ചെയ്തു, ഇത് ഒരു ഇതാണ്, നല്ലൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തരും. ഞാൻ നിങ്ങൾക്ക് 4 കാര്യമാണ് പറഞ്ഞത്. ഇനിയും ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ 10ാം ക്ലാസ്സിലെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ എൻ്റെ 10 ക്ലാസ്സിനെ പറ്റിയാണ് പറയാൻ. സോ ഞാൻ നല്ലൊരു സ്കൂളിലാണ് പഠിച്ചത്. ടീച്ചർമാരൊക്കെ വളരെ നല്ലതാണ്. പ്രത്യേകം പറയുകയാണ് എൻ്റെ ക്ലാസ് ടീച്ചർ, എൻ്റെ 10ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ വളരെ വളരെ ഭയങ്കര ഭയങ്കര ഒരു മദർ കെയറിങ് ടീച്ചറായിരുന്നു. നല്ലൊരു ടീച്ചറായിരുന്നു ഞങ്ങളുടെ 10ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ. അതിനുശേഷം ഒരു 10ന്റെ അവസാനം SSLC എക്സാമിൻ്റെ അവസാനമൊക്കെ ആയപ്പോൾ ഐ വാസ് നോട്ട് ഏബിൾ ടു സ്റ്റഡി. കാരണം കുറച്ച് ഫ്രണ്ട്സ് ആയിരുന്നു. ഞാൻ
കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എൻ്റെ എക്സാമിന്. അതാണ് എനിക്ക് അത്രയും മാർക്ക് കുറഞ്ഞത്. സോ അതെൻ്റെ ഒരു വലിയൊരു ഫോൾട്ടാണ്. കുറച്ച് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ അതവിടെ സ്റ്റോപ്പ്. ഇനി അടുത്തത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് 85% ഓക്കെ. അതിനുശേഷം ഞാൻ പോയത് എനിക്ക് അലോട്ട്മെന്റ്, എനിക്കപ്പോൾ അറിയത്തില്ല എന്തൊക്കെ പ്രോസസ്സാണ് ഉള്ളത്. കുറെ അലോട്ട്മെന്റ് പ്രോസസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ് പറയാം. അലോട്ട്മെന്റ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾക്ക് ഇപ്പം നമ്മൾ സ്കൂളിൽ റിസൾട്ട് കഴിഞ്ഞ് സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്കും നമുക്കൊരു ഫോം ഉണ്ട്. ആ ഫോമിൽ നമ്മളെല്ലാം എഴുതി എന്നിട്ട് സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. എന്നിട്ട് അലോട്ട്മെന്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രയല്, പിന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ്. അലോട്ട്മെന്റ്സ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് സ്കൂൾ 4 അലോട്ട്മെന്റ് വരെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. വേറെ സ്കൂളിലേക്ക് പോവാം. അപ്പം അലോട്ട്മെന്റ് പ്രോസസ്സിൽ എനിക്ക് ഫസ്റ്റിലും സെക്കൻഡിലും ഫസ്റ്റ് കിട്ടുന്നില്ല, ട്രയലും കിട്ടുന്നില്ല. കാരണം അത് നമുക്ക് 10 A+ഉം 9 A+ഉം ഉള്ളവർക്ക് 7 A+നൊക്കെ ഫസ്റ്റ് കിട്ടും. സെക്കൻഡ് അലോട്ട്മെന്റിൽ എനിക്ക് കിട്ടിയത് പക്ഷെ ആ സ്കൂളിലല്ല ഞാൻ പോയി ജോയിൻ ചെയ്ത്. ഞാൻ 10ൽ പഠിച്ച ഈ സ്കൂളിലാണ്, ആ സ്കൂളിൽ തന്നെയാണ് ജോയിൻ ചെയ്തത്. എന്നിട്ട് ആ സ്കൂളിലെ ജോയിൻ ചെയ്തത് ഉറപ്പായിട്ടും അലോട്ട്മെന്റിൽ എത്ര A+ഉം ഒരു A+ ആണെങ്കിൽ പോലും അലോട്ട്മെന്റ് കിട്ടും. ഓക്കെ, അത് ഉറപ്പാണ്, അലോട്ട്മെന്റ് കിട്ടും. സെക്കൻഡോ തേർഡിലോ ഉറപ്പായിട്ടും കിട്ടും. നമ്മൾ ഗവൺമെന്റ് സ്കൂൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും. ഇപ്പൊ നമുക്ക് ആ സ്കൂളിൽ പഠിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ തന്നെ ആ സ്കൂളിൽ ജസ്റ്റ് പോയി അഡ്മിഷൻ എടുക്കുക. എനിക്കൊന്ന് ഓഗസ്റ്റ് വരെ എങ്ങാണ്ട് അവിടെ ഇരിക്കണം, പഠിക്കണം. അതിന് നമുക്ക് സ്കൂളിലൂടെ അവിടെ ട്രാൻസ്ഫർ കൊടുക്കാൻ കിട്ടും. ഓക്കെ, ഇനി അടുത്ത പറയുന്നത് എൻ്റെ ഒരു അലോട്ട്മെന്റ്, എൻ്റെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണ്. അതൊരു ഭയങ്കര ബാഡ് എക്സ്പീരിയൻസ് ആണ്. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫോണില് നമ്മുടെ സ്കൂളുകാർ തന്നെ അടുത്തുള്ള സ്കൂളുകളിലൊക്കെ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതെന്ന് വെച്ചാൽ വേറൊരു സ്കൂളിലെ കുറച്ച് ടീച്ചർമാരും ഒക്കെ ഉള്ളൊരു ഗ്രൂപ്പാണ് ഹെൽപ്പ് ഡെസ്ക് എന്ന് വെച്ചാൽ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാൻ ഉള്ള ഇതാണ് ഹെൽപ്പ് ഡെസ്ക്. സോ അതിനകത്ത് ഞാൻ ഉണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് ഇയർ കിട്ടിയില്ല. അപ്പൊ എനിക്ക് ആദ്യത്തിന് ആദ്യമായിട്ട് അലോട്ട്മെന്റ് എന്താണെന്ന് കേൾക്കുന്നത്. അപ്പൊ ഞാനൊരു ടീച്ചറിനെ വിളിച്ചു. അപ്പം ആ ടീച്ചർ വന്നു. ആ ടീച്ചർ സ്കൂളിലെ എന്തോ ഒരു പരിപാടി നടക്കുകയാണ്, പിന്നെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ഓക്കെ ടീച്ചർ എന്ന് പറഞ്ഞു. ഞാൻ ഫോൺ കട്ട് ചെയ്ത് ആ ടീച്ചർ ഭയങ്കരമായിട്ടൊന്നും വിളിക്കുന്നില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് വിളിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, ടീച്ചർ ബിസി ആണോ, ഫ്രീ ആണോ എന്ന് ചോദിച്ചു. ടീച്ചറും ബിസി ആണെങ്കിൽ താൻ എന്താ വെച്ചിട്ട് പോകുമോ ഫോൺ എന്നിട്ട് റിയലൈസേഷൻ. ഓക്കെ, എന്നിട്ട് അടുത്ത ടീച്ചർ ചോദിച്ചതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ടീച്ചർ ഇതുപോലെ ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയില്ല, ട്രയൽ കിട്ടിയില്ല, അപ്പൊ എനിക്ക് ഇനിയും അലോട്ട്മെന്റ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ആ ടീച്ചർ പറഞ്ഞു, തനിക്ക് 10 A+ ഇല്ലല്ലോ, തനിക്ക് പിന്നെ കിട്ടുമോ സയൻസ്, വേറെ വല്ല സ്ട്രീം നോക്കിക്കൂടെ, വെറുതെ 10 A+ കിട്ടണം, 10 A+ ഇല്ലാതെ എങ്ങനെ സയൻസ് കിട്ടുന്നത്, ഞങ്ങളുടെ സ്കൂളിലാണെങ്കിൽ ഞങ്ങൾ തരത്തില്ല. അങ്ങനെയാണ് ആ ടീച്ചർ പറഞ്ഞത്. ഓർക്കണം, ഇങ്ങനെ ഉള്ളവരെ ഞാൻ പ്രത്യേകം പറയുന്നത്, ഇങ്ങനെ ഉള്ളവരെ ഹെൽപ്പ് ഡെസ്കിൽ വിൽക്കുന്നത് എന്തിനാണ്? കുറച്ചുകൂടെ സ്റ്റുഡൻസിനോട് അല്ലെങ്കിൽ വിൽക്കുന്ന ആരോട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് മര്യാദ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരെയല്ലേ വെക്കേണ്ടത്. ഇതുപോലുള്ളവരെ വെച്ചാൽ എങ്ങനാ? ആ ടീച്ചേഴ്സ് തനിക്ക് 10 A+, ഇത് ഡീമോട്ടിവേഷൻ ആണ്. ഇത് എൻ്റെ 10ാം ക്ലാസ്സിലെ ഒരു ഇൻസിഡന്റ് ആണ് പറയുന്നത്. ഇതുപോലുള്ളവരെ ദയവ് ചെയ്ത് വെക്കുകയും ചെയ്യും. അപ്പുറത്ത് വിളിക്കുമ്പോൾ ഇപ്പൊ ഒരു A+ ഒക്കെ ഉള്ള കുട്ടികൾ വിളിക്കുമ്പോൾ തനിക്ക് ഇവിടെ സീറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനായിരിക്കും? ആ ഒരു കുട്ടിയുടെ അപ്പുറത്തെ ആ ഒരു മൈൻഡില്, അല്ല, ഞാൻ എന്റെ കാര്യമില്ല, ഇപ്പൊ എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും അതാണ് ഈ കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മാന്യമായി സംസാരിക്കുന്ന രീതിയിലുള്ള ആ പിള്ളേരോട് മാന്യമായി സംസാരിക്കുന്ന ടീച്ചർമാരെ പ്രത്യേകം വെക്കാൻ പറയുന്നു. ഇനിയുള്ള കാര്യം എന്ന് വെച്ചാല് 10ാം ക്ലാസ്സിൽ ഇനി ഇപ്പൊ 9ൽ ഇരിക്കുന്ന പിള്ളേരോടാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ച് അഡ്വൈസ് ആണ്. എന്താ സിമ്പിൾ ആയിട്ടുള്ള അഡ്വൈസ്. ഒന്നാമത്തെ കാര്യം, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നല്ല ട്യൂഷൻ സെന്റർ നോക്കി പോവുക. കാരണം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. നല്ല ട്യൂഷൻ സെന്റർ, എൻ്റെ ടീച്ചർ പഠിപ്പിക്കുന്ന ടീച്ചർ നല്ലതല്ല പറയുന്നത് ആയിരുന്നു. പക്ഷെ ടീച്ചറാണെങ്കിൽ ടീച്ചറെ കൂടെ പറ്റുന്ന രീതി മാക്സിമം പഠിപ്പിച്ചു. ബട്ട് എന്നാലും നമ്മള് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്യൂഷൻ സെന്റർ മാത്രമുള്ള അല്ലെങ്കിൽ ട്യൂഷൻ സെന്ററിൽ തന്നെ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളവരുടെ പോവുക. ഓക്കെ, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ പഠിച്ചെടുത്ത അത്ര ഫെസിലിറ്റീസ് എനിക്ക് കിട്ടിയില്ല, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ +1ൽ കുറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡായിട്ട് ഇടാം, സെക്കൻഡ് എപ്പിസോഡായിട്ട് ഇടാം.
പിന്നെ പ്ലസ് വൺ ഒറ്റയടിക്ക് വരാണ് പ്ലസ് വൺ നല്ലതാട്ടോ. നല്ലതാ. എക്സാം പേപ്പേഴ്സ് ഞാൻ ഈ വർഷത്തെ പഠിച്ച എക്സാം പേപ്പേഴ്സ് ചിലപ്പോൾ ക്രിസ്മസ് എക്സാമിന് നമുക്ക് കുറച്ച് പാടൊക്കെ വരും. കാരണം അത് സർക്കാർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു, ഗവൺമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അല്ല ഓണത്തിനൊക്കെ നമ്മുടെ ടീച്ചർമാരും അല്ല ഏജൻസ് വഴിയൊക്കെ ആയിരുന്നു. ക്രിസ്മസ് എക്സാം ഇച്ചിരി പാടായിരുന്നു. മാത്സ് ആയിരുന്നു പാട്. പിന്നെ അവരുടെ മോഡലൊന്നും അത്ര പാടില്ലായിരുന്നു. മോഡൽ എക്സാം പ്ലസ് വണ്ണിന്റെ അല്ലാത്ത പബ്ലിക് എക്സാമിന് എനിക്ക് മാത്സ് ഇച്ചിരി പാടായിരുന്നു. അതുപോലെ കുറച്ച് പാടൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ. എന്നെ കട്ട വെയിറ്റിംഗ് ആണ് ജൂണിലത്തെ റിസൾട്ട് അറിയാനായിട്ട്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചോദിക്കുക. അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ഡേ വരുന്നെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മാർക്കിൻ്റെ. ഓക്കെ ബൈ.